ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ആ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈയും തരാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരു കൈ കൊണ്ടാണ് കേട്ടോ പണിയെടുക്കുന്നത്. കയ്യുമ്മ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? കയ്യുമ്മ ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് 5 ദിവസം 2 നേരം വെച്ചിട്ട് സൂചി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രഷർ കുറയും. പ്രഷറിൻ്റെ പ്രശ്നം വല്ലാണ്ടാണ് കേട്ടോ. നോർമൽ ആവുന്നേ ഇല്ല. 90, 60, 50 എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴും പ്രഷർ കുറയും. പിന്നെ മൂത്രത്തിൽ പഴുപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ റിസൾട്ടൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻറ്റിബയോട്ടിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിങ്ങാണ്ട് ഇഞ്ചക്ഷൻ വെക്കണം. അപ്പോൾ തലേദിവസം രാത്രിയാണ് കേട്ടോ നമ്മൾ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. കരിങ്കലത്താണിക്ക് ഡോക്ടറാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ഇഞ്ചക്ഷൻ എന്താ പറയുക റിസൾട്ടൊക്കെ കാണിച്ച് ഡോക്ടറെ കാണിച്ച് നല്ല ഡോക്ടറായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാ കാര്യങ്ങളും നമുക്ക് ഷെയർ ആക്കാൻ പറ്റുകയെന്ന് പറയില്ലേ. നമുക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചില ഡോക്ടേഴ്സ് നമ്മൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കൂല. നമ്മുടെ കാര്യങ്ങൾ എന്താ പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കൂല. അവരിങ്ങോട്ട് പറയണത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷേ ഈ ഡോക്ടർ അങ്ങനെയല്ല. നമ്മുടെ പ്രശ്നങ്ങളെല്ലാതും ചോദിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ഇഷ്യൂ എല്ലാതും ചോദിച്ചറിഞ്ഞിട്ടാണ് കേട്ടോ ആ ഡോക്ടർ സജഷൻസ് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമല്ലേ ഒരു ഡോക്ടറെ അടുത്ത് പോയി വന്നു കഴിഞ്ഞാലും. അപ്പോൾ അങ്ങനെ തലേദിവസം രാത്രി 10 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ. അങ്ങനെ വന്ന പാടെ തന്നെ ഞാൻ നാളേക്ക് ഇനിയിപ്പോൾ എന്താക്കും വിചാരിച്ചിട്ട് ചോറ് ഞാൻ തലേദിവസം തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളപ്പിച്ചിട്ട്. പിന്നെ ഇനി രാവിലെ കുട്ടികൾക്ക് സ്കൂളുണ്ടല്ലോ. റന്തമോളും ഉണ്ട് ഇവായും ഉണ്ട്. ഒരു മോളല്ല സ്കൂളിൽ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുതുതായിട്ട് വീഡിയോ കാണുന്നവരായിരിക്കും. ഒരാൾ തന്നെയാണ് കേട്ടോ പോകുന്നത്. പക്ഷേ റന്തമോളും മൂത്തച്ഛൻ്റെ മോളാണ് കേട്ടോ. ഓളും ഇവിടെ ഉണ്ട്. ഓളുടെ ഉമ്മ ഹോസ്പിറ്റലിലാവുകൊണ്ട് അവളുടെ അനിയനായിട്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തോ നല്ല കാലത്തിന് ഡോക്ടർ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വന്ന് സൂചി വെക്കുമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഡ്മിറ്റ് ആവുന്ന അവസ്ഥ ആലോചിക്കാനേ വയ്യ കേട്ടോ. കാരണം ഞാൻ കുട്ടീനെ കൊണ്ടൊക്കെ അഡ്മിറ്റ് ആവുക പറഞ്ഞാൽ ഇവാൻ്റെ സ്കൂൾ മുടങ്ങും, ഒക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും എന്തായാലും 5 ദിവസം സൂചി ഉണ്ടാവും. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല 5 ദിവസത്തിന്. ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിഴങ്ങാണ് കേട്ടോ ഇന്ന് കൂട്ടാനാക്കുന്നത്. സംസാരത്തിൽ കിതപ്പുണ്ടാവും കേട്ടോ. എനിക്കിപ്പോൾ എന്താണെന്നറിയില്ല, സംസാരിക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ഒരു കിതപ്പ് ഫീൽ ചെയ്യാന്ന് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്നറിയില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു കിതപ്പ് വരും. എന്താ പറയുക, ഒരു ഫ്ലോയിൽ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിതപ്പ് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ തലേദിവസത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ. രാത്രിക്കത്തെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് വെച്ചിക്കുകയാണ്. പിന്നെ കൂട്ടാൻ എന്താ പറയുക ഒരു മെഴുക്ക് വരട്ടി പോലെ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ കിഴങ്ങ്. എന്നാൽ പിന്നെ അത് കൊടുത്തു വിടാൻ വിചാരിച്ചിട്ട് തലേദിവസം രാത്രി ഞാൻ അനിയൻ്റെ കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകാൻ എന്താ പറയുക ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. നമ്മൾ വീടൊന്നും ഒരുക്കി ഇതാക്കി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇന്ന് വീട്ടിൽ പോകണം കേട്ടോ. എന്താ പറയുക വെള്ളിയാഴ്ച ഇവാൾക്ക് സ്കൂളൊക്കെ ഉണ്ട്. പക്ഷേ ഇവാൻ്റെ സ്കൂള് കളയേണ്ടി വരും. ഈ കൈ കൊണ്ട് ഒരുപാട് ഇതായി കഴിഞ്ഞാൽ ചിലപ്പോൾ വേദന വരിക എന്തെങ്കിലും ചെയ്താലോ വിചാരിച്ചിട്ട് നരമ്പല്ലേ. അപ്പോൾ ഒരുപാട് ഇതാക്കണ്ട വിചാരിച്ചു. ഉമ്മ വിളിച്ചിങ്ങാണ്ട് ചീത്ത പറയുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോന്നളാ പറഞ്ഞിട്ട് കേട്ടോ. കാക്കും പറഞ്ഞു വീട്ടിൽ പോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശനി ഞായറും പിന്നെ ലീവാണല്ലോ. ഞായറാഴ്ച വരെ സൂചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ശനി ഞായറും ലീവാണ്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ സ്കൂൾ ഒരു ദിവസമല്ലേ, അത് കളയാൻ വിചാരിച്ചു. ഞാൻ ടീച്ചറോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നിട്ട് പോവണം കേട്ടോ. അനിയൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള പണികളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ചോറ് തലേദിവസത്തെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിരുന്നല്ലോ, അതൊന്നുകൂടെ എടുത്ത് തിളപ്പിച്ച് ഇനിയിപ്പോൾ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. തലേദിവസത്തെ രാത്രിക്കത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റാൻ വെച്ചത് അത് അവിടെ തിളച്ചും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കൂട്ടാൻ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതവിടെ കിടന്ന് റെഡി ആവട്ടെ.
അപ്പോൾ നമ്മളുടെ വീട് എവിടെയാണെന്ന് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഞാൻ എല്ലാവർക്കും കമൻറ്റിൽ റിപ്ലൈ കൊടുക്കാറുണ്ട്. എന്നാലും ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഒന്നുകൂടെ പറയാണ്. പാലക്കാട് ജില്ലയിലാണ് കേട്ടോ നമ്മളുടെ വീട്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് ടു പെരിന്തൽമണ്ണ റൂട്ടിൽ കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ കാക്കുവിൻ്റെ വീട്. എൻ്റെ വീട് നാട്ടുകൽ പാലോട് എന്ന് പറയും, അവിടെയാണ്. അധികം ദൂരമല്ല കേട്ടോ. എൻ്റെ വീടും കാക്കുവിൻ്റെ വീടും കൂടെ തമ്മിൽ അധികം ദൂരമല്ല. ഇനിയിപ്പോൾ അതാ കുറച്ച് മത്തി ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം, എന്താ പറയുക, മസാല തേച്ച് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. എന്നാൽ രാവിലെ മക്കൾക്ക് ചോർക്ക് വേണമെങ്കിൽ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ തലേ ദിവസത്തെ വെണ്ടക്ക കറിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി രാവിലെ അവർക്കും കൊടുക്കുക. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ. റന്നമോളും ഇവായും പോകും. അയാനക്കുട്ടീനെ വാലവാടിക്കും ആക്കണം കേട്ടോ. അല്ലാതെ നടക്കൂല കേട്ടോ. ആളും കൂടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ കരയുക, ആൾക്ക് കഴിയുമ്പോൾ സൂചി എന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണം എന്നുണ്ടാകൂല. ഓളോളുടെ വാശിയും കാര്യങ്ങളൊക്കെ കയ്യിലെടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഓളയും കൂടെ ഒക്കത്ത് വെച്ച് കണ്ട എങ്ങനെയും കൊണ്ടുപോയി ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അതാ നമുക്ക് ഒരു കയ്യുമ്പോൾ അങ്ങനെയാണ്, എന്താ പറയുക, കൈകൊണ്ട് വയ്യ എന്നുണ്ടെങ്കിലും മറ്റേ ഉജാലയുടെ പരസ്യത്തിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് തരും 10 കറകളുടെ ശക്തി എന്ന് പറയില്ലേ, എന്ന പോലെയാണ് കേട്ടോ. സോപ്പ് പൗഡർ പരസ്യത്തിൽ പറയുമല്ലോ എന്ന പോലെ നമുക്ക് എനിക്കങ്ങനെ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് മറ്റേ കൈ കൊണ്ട് പണിയെടുക്കുമ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, എന്താ ഇപ്പോൾ പറയാൻ വന്നു, ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് റന്നമോൾ പോകുമ്പോൾ റന്നമോൾ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു കൈ കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താക്കിട്ടോ. എന്നൊന്നുമില്ലല്ലോ, എല്ലാ ദിവസവും നല്ല അടിപൊളിയായിട്ട് തന്നെ കഴുകി വെക്കാറ്. ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്നാണ്ട് അഡ്ജസ്റ്റ് ചെയ്തിങ്ങാണ്ട് കഴുകി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും യൂസ് ആക്കുന്നില്ല. ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ട് പിന്നെ ഒക്കെ എടുത്തുങ്ങാണ്ട് നേരെ കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അതാ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിങ്ങാണ്ട് എടുക്കാമെന്ന്. എങ്ങനെ കൈകൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്നാണെന്നുണ്ടെങ്കിലും വീടും, എന്താ പറയുക, കിച്ചണൊക്കെ വൃത്തി തന്നെ കിടക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകില്ല. കയ്യിനിപ്പോൾ ഇപ്പോൾ വേദന ഇല്ല, പക്ഷെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് ആ ഒരു രീതിയിൽ വൃത്തിയായിട്ട് കിടന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, എങ്ങോട്ടും പോകാനും തോന്നില്ല. ഇനിയിപ്പോൾ ഇതാ എല്ലായിടവും മൊത്തത്തിൽ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ വന്നിട്ട് ചോറ് അവിടെ വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് തലേ ദിവസം തിളപ്പിച്ച് ഊറ്റിയിട്ട് റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേണ്ട, ഉച്ചക്കൽക്കുള്ളതുണ്ട്. രാത്രി ഞാനിങ്ങനെ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ അതാ ഗ്യാസും കാര്യങ്ങളൊക്കെ, മീനൊക്കെ പൊരിച്ചതല്ലേ, അപ്പോൾ എന്തായാലും വൃത്തികേടായിട്ടുണ്ടാവും. പിന്നല്ലേ നമുക്ക് ഒരുപാട് കമൻറ്റ്സ് നിങ്ങൾ ഓരോന്നും ചോദിക്കുന്നതെന്ന് ഞാൻ ഒരു തവണ അങ്ങനെ കമൻറ്റ്, എന്താ പറയുക, പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ എവിടെ ഇരുന്നിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുള്ളതും കൂടെ ഒന്ന്, അതായത് നിങ്ങളുടെ പ്ലേസ് എവിടെയാണെന്നുള്ളത്, എൻ്റെ പ്ലേസ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്ലേസും കൂടെ എവിടെയാണെന്നുള്ളത് ഒന്ന് ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയില്ലേ, അത് ഇടയ്ക്കിടയ്ക്ക്, കാരണം പുതുതായിട്ട് വന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്ഥലം എവിടെയാണ്, എവിടെ ഇരുന്നിട്ടാണ്, എവിടെ നിന്നുള്ളവരൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് എനിക്കൊരു സന്തോഷമാണ് കേട്ടോ, അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ അതൊന്ന് താഴെ നിന്ന് കമൻ്റ് ആക്കണം കേട്ടോ, നിങ്ങളുടെ നാട് എവിടെയാണെന്നുള്ളത്. ഒരിക്കൽ കമൻ്റ് ആക്കിയിട്ടുണ്ടാവും, കാരണം ഞാനൊരു തവണ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും സാരല്ലാന്ന്, നിങ്ങൾ കമൻ്റ് ആക്കിക്കോ, ധൈര്യമായിട്ട് കമൻ്റ് ആക്കിക്കോ, എന്നാലും ഞാൻ അതിന് റിപ്ലൈ തരും കേട്ടോ. റിപ്ലൈ കിട്ടൂല എന്നൊന്നും വിചാരിക്കണ്ട, ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ തരാതിരിക്കാറില്ല. ഇനി കമൻറ്റ് ഏതെങ്കിലും ഡിലീറ്റ് ആയി പോകുന്നുണ്ടെങ്കിലുള്ളൂ കേട്ടോ. അല്ലാത്ത എല്ലാ കമൻറ്റിനും, എനിക്ക് കാണാൻ പറ്റുന്ന എല്ലാ കമൻസിനും ഞാൻ റിപ്ലൈ തരാറുണ്ട്. ഇനിയിപ്പോൾ ദാ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. തുടക്കണ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അടിച്ചു വാരി ഇടുന്നേ ഉള്ളൂ. കാരണം കൈ കൊണ്ട് എന്തായാലും തുടക്കൽ നടക്കൂല. അപ്പോൾ ഒന്ന് അടിച്ചു വാരിയിടുകയെന്ന് കേട്ടോ. അടിച്ചു വാരലിപ്പോൾ നമുക്ക് ഒരു കൈ കൊണ്ടും ചെയ്യാമല്ലോ. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി എല്ലായിടും, ടേബിളും സോഫ ബെഡ് എല്ലായിടും ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെച്ചു. ഇതിനിടയിൽ ഞാൻ അയനക്കുട്ടിനെയും കൊണ്ടാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് രാവിലെയുള്ള സൂചി ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന ഒരു 10-11 മണി ആ ഒരു ടൈമിൽ വന്നിട്ടേ വെക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.